അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KCF കമ്പളവട്ടു ഗ്രൂപ്പിലുള്ള ആദരണീയരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സഹകാരികൾ, സംസാരിക്കുന്നത് DK ഉമർ സഖാഫി കമ്പളവട്ടുവാണ്. സൂര്യ അബൂബക്കർ മദനി ഉസ്താദ് വഫാത്തായി എന്ന വാർത്തയാണ് കേൾക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒട്ടുമിക്ക ആളുകൾക്കും സൂര്യ അബൂബക്കർ മദനി ആരാണ് എന്ന് വേണ്ടതുപോലെ അറിയില്ല. വലിയ പ്രചാരവും പ്രശസ്തിയും ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം മൗനിയായ ഒരു പോരാളിയായിരുന്നു. വലിയ അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമ, പ്രത്യേകിച്ചും ഗോളശാസ്ത്രത്തിലൊക്കെ എടുത്തു പറയത്തക്ക രൂപത്തിലുള്ള പാണ്ഡിത്യം നേടിയ വലിയ ഒരു വ്യക്തിത്വമായിരുന്നു. ഖിബ്ല തിരിച്ചു കൊടുക്കുക, സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള അഗാധമായ പാണ്ഡിത്യം, ഇങ്ങനെ തുടങ്ങിയ വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ മർഹൂം താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദ് വരെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിനെ അംഗീകരിച്ചിരുന്നു. ആ രൂപത്തിൽ നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ട് എന്ന് ആരും അറിഞ്ഞില്ല. നമുക്ക് വലിയ നഷ്ടമാണ് അത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ വഫാത്തിൽ ദുഃഖത്തിൽ കഴിയുന്ന ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ബഹുമാനപ്പെട്ട അബൂബക്കർ മദനി ഉസ്താദിൻ്റെ ഉഖ്റവിയായ ദറജ ഉയർന്നു കിട്ടാൻ വേണ്ടിയും അവരുടെ മഗ്ഫിറത്ത് മർഹമത്തിന് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.